ഇവിടെ നട്ടിരിക്കുന്ന ചീരെ നമ്മളാണ് നശിപ്പിക്കണമെന്ന് ഒരു മാമ ഇവിടെ ഒന്ന് പറഞ്ഞ് നമ്മളെ ഓടിക്കുകയും ചെയ്ത്. പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ മനസ്സിന് നല്ല വിഷമായി. അങ്ങനെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. താണ്ട എന്നോട് ചോദിക്കാണ് ഞാൻ കള്ളം പറയാണെന്ന്. വാട ഇറങ്ങി. എടി ആ മാമൻ വന്ന് പറഞ്ഞിട്ട് പോയില്ലേ ഇവിടെ കളിക്കല്ലേ എന്ന്. നമ്മളാണ് ചീര നശിപ്പിക്കണമെന്നല്ലേ പറഞ്ഞത്. തന്നെയടാ അങ്ങനെ ചോദിച്ചാ ആ മാമൻ? ആ നമ്മൾ ജനിച്ചപ്പോൾ കണ്ട സ്ഥലമാണ്, അതാണ് വിഷമം. ഇവിടെ നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നേ. അപ്പോഴാണ് ആ ഒരു മാമൻ വന്ന് നമ്മളെ വഴക്കുറഞ്ഞ് നമ്മളെ ഓടിക്കുകയും ചെയ്ത്. ഇപ്പം എനിക്ക് ആ മാമനെ ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞ് ചീരയിൽ വന്ന് കളിക്കില്ലെന്ന് പറഞ്ഞാണ് രാവിലെ ഇറങ്ങിയത്. നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങൂലെന്നാണ് വിചാരിച്ചത്. ഇപ്പം ഇവിടെ വന്നങ്ങ് വീഴിയാണ് നമ്മൾ. ചീരയൊക്കെ ഒടിഞ്ഞു പോണ്. ചിരിക്കാനെന്ന് പറഞ്ഞാൽ ആ മാമ അമ്മച്ചിയോട് പറഞ്ഞ് മക്കളെ ഒന്നും ഇവിടെ ഇറക്കല്ലേ, ഞാൻ ചീര നട്ടിരിക്കുക എന്നാണ് പറഞ്ഞ. അമ്മച്ചി പറഞ്ഞ് എൻ്റെ മക്കളെ ഇറങ്ങൂല എന്ന് പറഞ്ഞ്. അമ്മച്ചി സൂചി നൂല് കൊരുത്ത് പഠിക്കാൻ തയ്യക്കടയിൽ പോയി. ആ സമയം കൊണ്ട് നമ്മളിവിടെ ഇറങ്ങി കളിക്കുകയാണ്. നമ്മൾ ഓടിക്കളിക്കുന്ന സ്ഥലത്താണ് ഈ ചീരയെന്നും പറഞ്ഞൊക്കെ കൊണ്ട് നട്ടു വച്ചിരിക്കുന്നത്. നമുക്ക് കളിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളെ പ്രായം അതല്ലേ മാമ. വെളി കളിക്കാതെ ഇങ്ങോട്ട് കയറി വരണടാ. വരാം. അയ്യോ എൻ്റെ മുഖം ഇടിച്ചടാ. അയ്യോ വിടടാ, എൻ്റെ മുഖം ഇടിച്ച് എൻ്റെ കരുത്ത് വിളിക്കുന്നു. വിടം തന്നെ. ഇവൻ്റെ പറഞ്ഞ കേൾക്കും, എൻ്റെ കരുത്ത് വിളിക്കിരിക്കണമെന്ന് പൊടാ. ഓ എൻ്റെ ഒരു അരപ്പ്. നമ്മൾ 5 പേര് ജനിച്ചപ്പോഴേ കാണുന്ന ചീരയാണിത്. ആര് നട്ടതാ ആര് വളർത്തിയെന്ന് നമുക്കറിഞ്ഞൂടാ. ഒരു മാമൻ വന്ന് ഇവിടെ വെള്ളം കൊണ്ടൊഴിച്ചിട്ട് ഇതിൽ ഇറങ്ങരുത്, കല്ലെടുത്തെറിയാൻ നോക്കണ്. ഇനി കാണുന്ന ഇല മൊത്തം നമുക്ക് ചീരയാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ പൊഴിച്ചിടാൻ പോവുകയാണ്. ഇതിൻ്റെ ഇലകൾ കയറി വരണടാ. എല്ലാം പൊഴിച്ച് നമുക്കിടാം. മെത്ത പോലെ കിടക്കുന്ന സ്ഥലമാണ്ടാണ് കളിക്കാൻ നല്ലത് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ എന്നും ഇവിടെ വരുന്നത്. അല്ല നമ്മളിവിടെ നശിപ്പിക്കാൻ വന്നതൊന്നും അല്ല. ഞങ്ങൾക്കറിയത് നശിപ്പിച്ചുകൂടാന്ന്. ഞങ്ങളെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ ആർക്കാണ് ഇതിൻ്റെ നഷ്ടം വന്നത്? നമ്മളെ ദേഷ്യം പിടിപ്പിക്കില്ലേ എന്ന് പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് ഈ മരത്തിലൊന്നും ഒരു ഇല ഇനി വളരെ സമ്മതിക്കില്ല. നോക്കിക്കൊണ്ടിരിക്കാതെ കയറുമെന്ന് സഹായിക്കടാ. വരാടാ ഞാൻ വരാം. നീ സൈഡ് താ. എടാ ആ കമ്പൂടെ ഇനി പിടിച്ച് വലിയടാ. ആ കമ്പും കൂടെ പിടിച്ച് വലിയ നീ. ഇത് ഞാനും വരണോ? വേണ്ടെങ്കിൽ വേണ്ട. ഓ ഇന്ന് ഒരുപാട് കളിച്ചല്ലേ നമ്മളെ കൊണ്ടാവുന്ന കണക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി എന്താണ് അടുത്ത പരിപാടി നമ്മളെ നോക്കണം ഇനി. ഓ കളിച്ചാണെങ്കിൽ ആ കൊതി തീരുന്നില്ല കേട്ടോ. മെത്ത പോലെ കിടക്കണ സ്ഥലമായോണ്ടേ. അടുക്കള വഴി ആരാ കയറി വരുന്നടാ? നീ കണ്ടാ? അതിലേക്കൂടെ ആര് വരാൻ? ഈ ഒരു കമ്പൂടെ മുറിച്ചിട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കൈ എത്തുന്നില്ലടാ. ദാണ്ട അതും കൂടെ ഒന്ന് ഒടിച്ചിട്ടിരുന്നെങ്കിലേ മനസ്സിനൊരു സുഖം കിട്ടിയേനെ. എടാ നീ പോണ്ടാ, വാടാ. അയ്യോ അവ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണം. ഞാൻ വരാടാ. ഇവന്മാരെന്ത് കാണിക്കുന്നു ഇവിടെ? നിന്റെ മുഖം കല്ലിടിച്ചപ്പോൾ ഞാൻ തിരിച്ചു പോയടാ. അങ്ങനെ എന്തിനാടാ പറയണത്? ചവിട്ടില്ല. എൻ്റെ കഴുത്ത് ഉളിക്കിട. അയ്യോ ചെവിട്ടല്ലാണ് കായടനെ നിനക്ക് വെച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ പിടിച്ചോ നീ എന്നാ. എൻ്റെ കഴുത്ത് പോടാ. എനിക്ക് റെസ്റ്റ് വേണം, ഇനി കളിക്കണില്ല. അയ്യോ എനിക്ക് വയ്യാത്തവനാണ്ട എൻ്റെ കഴുത്തുകൊണ്ട് പോയി അറിഞ്ഞൂടെ? നീ പോടാ ചെറുക്ക. മാമ ചീര കളിക്കുന്നുണ്ട് നമ്മളെ പറഞ്ഞു വിലയ്ക്ക്. മാമ ഒന്ന് ചോദിക്കുമോ? നമ്മൾ ചീര കളിക്കുന്നുണ്ട് ഞങ്ങളെ കല്ലെടുത്തൊക്കെ എറിഞ്ഞു മാമ. ചുമ്മാ ഇടാ പറയട്ടടാ. കല്ലെടുത്തൊക്കെ എറിഞ്ഞ് മാമൻ ചോദിക്കുമോ? ആ മാമൻ്റെ കൂടെ നമ്മൾ ഇതുപോലെയാണ് മാമ ചാടി കളിക്കുന്നത്. ഇപ്പം കാണിച്ചു തരാം. അതുകൊണ്ട് ഇതുപോലെയാണ് ചാടി കളിക്കുന്നത്. അല്ലാതെ ഒന്നും നമ്മൾ നശിപ്പിക്കുന്നില്ല. എന്നിട്ടാണ് ആ വേറെ മാമൻ വന്ന് നമ്മൾ എന്തെല്ലാം പറഞ്ഞെന്നറിയോ? നമ്മളിതുപോലെ 2 ഓട്ടം ഓടിയിട്ട് അങ്ങ് കയറി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നശിപ്പിക്കാനല്ല, നമുക്കറിയാം ഇത് നശിപ്പിച്ചുകൂടാന്ന്. എന്നിട്ടാണ് നമ്മളെ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു മാമ. ആ മാമനെ വിളിച്ച് കാണിച്ചതാണ് ഇവനാണ് വിളിച്ച് കാണിച്ചു കൊടുത്തത്. ഭയങ്കര തന്നെ. അല്ലെങ്കിൽ നമ്മളിവിടെ അനങ്ങാതിരുന്ന് കളിക്കുകയായിരുന്നു. ഇത് ഞാൻ വിളിച്ച് കാണിച്ചൊന്നുമില്ല. നിന്നെ കണ്ടത് എന്നെ മാമൻ. നമ്മൾ ഇതുപോലെ ഇരുന്ന് കളിക്കുന്നല്ലാതെ ഒന്നും നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഒരു അറിവ് പോലും ഇവിടെ ഇല്ല. ഒരു പരാതി പോലും മാമനങ്ങ് തോന്നുന്നുണ്ട് നമ്മളിതുപോലൊക്കെ ചെയ്യുമെന്ന്. ഷോ എന്ത് കഷ്ടമെന്നറിയോ? നമ്മളിതുപോലെ ഇരുന്ന് കളിക്കുന്നതിനാണ് എല്ലാം നശിപ്പിക്കുന്നത്. അമ്മച്ചിയൂടെ പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ വന്ന് കളിക്കല്ലേന്ന്. ഓ അമ്മച്ചി അങ്ങനെ നമ്മളെ വഴക്കും പറഞ്ഞ് അവിടെ പോയി കളിക്കല്. ആ മാമ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന്. എടാ മക്കളെ, ആ മേലിരിക്കുന്ന സാധനത്തിന് എറിഞ്ഞ് താഴെ ഇടിഞ്ഞടാ. നമുക്കിന്നൊരു കാക്കക്കറി വയ്ക്കാല്ലേ. കണ്ടാ നിങ്ങൾ ഇരിക്കണത്?
എനിക്ക് നല്ല ഇഷ്ടമുണ്ട് അതിനോട്. എന്ത് ചെയ്യാനാണ്, താഴോട്ടൊന്നും ഇറങ്ങി വരുന്നില്ല. എത്ര നാളായെന്നറിയോ ഒരു കാക്കക്കറി തിന്നിട്ട്. കാക്കക്കറി തിന്നണമെങ്കിൽ നിങ്ങൾക്ക് അച്ഛൻ വരുമ്പോൾ പറഞ്ഞാൽ പോരെ? പോടാ ചെറുക്ക, അങ്ങ് വിളി കിടക്കണം, അങ്ങേര് ഇനി വരുന്നിഞ്ഞ്. ഹോ ഓ നിങ്ങൾക്ക് എല്ലാം പാടി തന്നെ. ഇനി കാക്ക നിങ്ങൾ അടുത്ത് വന്ന് ഇരിക്കും എന്നെ പിടിച്ചോ എന്നും പറഞ്ഞ്. എടാ അമ്മച്ചി പറഞ്ഞേ മോനെ ഉള്ളൊരു കല്ലെടുത്ത് എറിയായി. അമ്മച്ചി ചെറിയ ഉള്ളിയെല്ലാം തൊലിച്ചു വെച്ചോ അമ്മച്ചി, ദാ കൊണ്ടുവരണേ ഞാൻ കാക്കേ. എടാ അവൻ കാക്കയെ പിടിക്കാനും പോയി, അവൻ പിടിച്ചു. നമ്മുടെ വീട്ടിലിന്റെ ഇറച്ചി, ഇത് നമ്മുടെ വീട്ടിലെ ഇറച്ചിയാണ്. അയ്യോ ഇന്നൊരു പൊടി പിടിക്കാടാ നമുക്ക് ഇന്ന്. ഇതെല്ലാം ഇന്ന് നശിപ്പിക്കാന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോ എന്തെല്ലാം കോളുകൾ വന്നല്ലേ. അയ്യോ കളിച്ച് കളിച്ച് കാക്ക ഇറച്ചിയാണ് ഇന്ന് നമുക്ക്. ഇറച്ചി തിന്നിട്ട് നാളെ രാവിലെ നമ്മൾ 5 പേര് ക്രാ ക്രാ ഇങ്ങനെ ആയിരിക്കും വിളിക്കണല്ലോടെ. അയ്യോ ഭയങ്കര കോമഡി ആയിരിക്കില്ലേ. കാക്ക കരയണ കരയണേ 5 മക്കള്. അമ്മച്ചിക്കും ആള് മാറി നമ്മളെയും കറി വെക്കും. ചെറിയ 2 പല്ലിക്കുഞ്ഞിനോടെ കിട്ടുകയാണെങ്കിൽ കറി ഇട്ടുകൊടുത്തണ്ടല്ലേ മണക്കോന്ന് പറഞ്ഞല്ലടാ. അയ്യോ എന്നാ സൂപ്പറായിരിക്കും. ഇവിടെ എന്തോ ചാടി പോയടാ. ഓ നീ കീറി നിക്കറിൽ ഇട്ടിരുന്ന് അങ്ങനെല്ലാം ചാടിപ്പോയായിരിക്കുവാടാ. നീ നോക്ക്. പിന്നല്ല അവൻ പറയണേ കേട്ടില്ലേ ചാടിപ്പോയെന്ന്. നമ്മൾ ഇത്രയും നേരം ഇവിടെ കിടന്ന് ചാടിയിട്ട് ഒന്നും കണ്ടില്ല. ഇപ്പോഴവൻ ചാടിപ്പോയെന്ന് പറയുന്നു. ഇനിയിപ്പോൾ കളിയൊക്കെ മതിയാക്കല്ലടേ. കരിയൊക്കെ ഏതാണ്ട് തിളച്ചു തുടങ്ങി. ഇനി ചെറുതായിട്ട് കളി നിർത്തിയിരുത്തി അടുക്കളോട്ട് ചെല്ലാം. കാക്കയുടെ തല എനിക്കാണ്, ഞാനാണ് പിടിച്ചത്. അമ്മച്ചിയുടെ പറഞ്ഞ് ഞാൻ അമ്മച്ചി വേവുമ്പോ പറക്കി തിന്നാന്നറിഞ്ഞൂടാ. നല്ല ടേസ്റ്റുള്ള തലയാണ്. ആ അമ്മച്ചി പറഞ്ഞ് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞ്. വല്ല പല്ലിയ പാറ്റേ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കറി വേവണമ്പേ കൊണ്ടുവരും മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അമ്മച്ചി. അമ്മച്ചി കറിക്ക് ഉപ്പുണ്ടാന്നൊക്കെ നോക്കുന്നടാ. അതുകൊണ്ടാ കണ്ട ഞങ്ങള്. നീ വിട്ടാണ് നോക്കട്ടെ ഞാൻ. 2 പേർക്ക് ഇത്രയും കൊതി എന്തിനാണ് വിടല്ലേടാ. എടാ കളിക്കാതെ പോവാടാ. അമ്മച്ചി തീയെല്ലാം കുത്തി അണച്ചടാ. താണ്ടെ അവള് പാത്രമെല്ലാം കരിയോടെ വെക്കുന്നു. നീ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. മാമന് വേണമെങ്കിൽ വാട്ടാ. കാക്കയിറച്ചി ചോറും. ചെറുതായിട്ട് മണം അടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈച്ചെല്ലാം പറന്നു തുടങ്ങിയല്ലേ. ഒരണത്തിന് കൊടുക്കൂലില്ല നമ്മള്. നമ്മക്കെ തികയാതെ ഇരിക്കുകയാണ്. ഒന്നേ റേഷനരി ചോറും കാക്കക്കറി ഇല്ലേ, ഇന്നൊരു വെട്ടും ഞങ്ങള്. ഓ കളിച്ചതൊക്കെ മതിയടേ. പോവാടാ ഇനി മതിയടാ. ഇവൻ്റെ വരമത്തൊരു ഞെക്ക് കൊടുത്തെങ്കിൽ ഇവൻ വരുവുള്ളു. ടാ നീ ചോറിനാൻ വരുന്നില്ലേ? ടാ ചെറുക്കാ പോടാ, ഞാൻ വരുന്നില്ല. നിന്നെ അയ്യോ എൻ്റെ പൊക്കളി കുത്തിയാടാ നീ. അയ്യോ എൻ്റെ നീറ്റല്ലിത്. ഇതിലാണ് അമ്മയ്ക്ക് പിടിച്ചെൻ്റെ പൊക്കളിൽ വേദന കുറഞ്ഞാടാ. ഞാൻ വെറുതെ പറഞ്ഞാടാ. നീ നോക്കിക്ക എന്നെ കള്ളം പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിച്ചാടാ നീ. കളി മതിയാക്കി ചോറ് കഴിക്കാൻ വരും പിള്ളേരെ. കറിയുടെ ചൂട് പോകുന്നുമ്പേ മതിയാക്കി നിങ്ങൾ. നല്ല നാടൻ കാക്കക്കറിയേ. വരി ഓടി വരി, കഴിച്ചോണ്ട് പോയി കളിക്ക്. ആ ശരിയമ്മ, പാത്രമൊക്കെ ഇട്ട് ഞങ്ങൾ വരണേ. ചോറിനെ അമ്മച്ചി വിളിക്കണടാ. ഇനി എന്നെ ഓടിക്കല്ലേടാ. വാടാ ചോറ് കഴിക്കാൻ പോവാടാ. അമ്മ ചോറ് വീടമ്മ, വിശന്നിട്ട് വയ്യമ്മ. ഓക്കെ ബൈ.